ശ്രീ സുഭാഷ് ബാബു, SIT ഒരു വലിയ ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, എല്ലാവരും തന്നെ ഈ SITയുടെ രൂപീകരണ സമയത്ത് കേരളത്തിലെ ഏറ്റവും ക്രെഡിബിളായ ഉദ്യോഗസ്ഥരുടെ വലിയ സംഘം വന്നിരിക്കുന്നു. അന്വേഷണം കൃത്യമായ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കൂടി ആയതുകൊണ്ട് ഏറ്റവും നന്നായി മുന്നോട്ട് പോകും എന്ന തരത്തിൽ അതിനെ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കി കണ്ടതാണ്. ഈ പറയുന്ന സ്വാഭാവിക ജാമ്യം കിട്ടി പ്രതികൾ പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ഗൗരവത്തോടെ നോക്കി കാണേണ്ടുന്ന ഒന്നാണ്? അതോ ഇത്രമേൽ സങ്കീർണമായ അന്വേഷണം, അതും സാങ്കേതികമായ തെളിവുകൾ ശേഖരിച്ച് മുന്നോട്ട് പോകേണ്ടുന്ന കേസുകളുടെ പൊതുഗതി അങ്ങനെ തന്നെയാണോ? ഒരിക്കലുമല്ല. കാരണം ഇതിൽ ആദ്യം അന്വേഷണം തുടങ്ങിയതിന് ശേഷം ഈ അന്വേഷണത്തിന് ഭാഗികമായിട്ട് മന്ദഗതി ഉണ്ടായതിനു ശേഷം ഇലക്ഷൻ കഴിയുന്നത് വരെ അവിടെ നിന്ന് കാര്യമായ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അത് കഴിഞ്ഞതിന് ശേഷം ജാമ്യം പരിഗണിക്കുന്ന കോടതി ഇതിനെ വിമർശിച്ചതിനെ തുടർന്നിട്ട് വീണ്ടും ചടപടയെന്ന് അറസ്റ്റ് വന്നു. പിന്നീടും കുറച്ച് മുന്നോട്ട് പോയി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചില പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള വൈമുഖ്യം കാണിച്ചു. അതിനുവേണ്ടി അതും പിന്നെ കോടതി ഇടപെട്ടു. അതൊക്കെ കഴിഞ്ഞിട്ട് അതിങ്ങനെ പതുക്കെ അതായത് നമ്മളിങ്ങനെ മുടന്തി അന്വേഷണം പോയി. അങ്ങനെ ഒരിക്കലും ഒരു അന്വേഷണം മുന്നോട്ട് പോകാൻ പാടില്ല. എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കി അതിൻ്റെ പ്രതികളെ അറസ്റ്റ് ചെയ്ത് കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളതാണ് അന്വേഷണത്തിന് നിയമപരമായിട്ടുള്ള നടപടിക്രമം. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ ഇപ്പം നമ്മൾ പ്രധാനമായിട്ട് ആദ്യം കൊണ്ടുവന്നത് വാതിൽപ്പാളികൾ. അതിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. എന്താ രജിസ്റ്റർ ചെയ്യാഞ്ഞതെന്ന് എനിക്കറിയില്ല. അത് തീർച്ചയായിട്ടും അതിന് കേസ് വേണ്ട. അത് കഴിഞ്ഞതിന് ശേഷം ദ്വാരപാലകരുടെ കേസാണ് ആദ്യം ഇവിടുത്തെ പോട്ടെ, ഓക്കെ അത് ശരി. അത് കഴിഞ്ഞതിന് കട്ടിലപ്പാളികളുടെ എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ഒരു കേസ് ബാക്കിയുണ്ട്. രണ്ടാമത് ദ്വാരപാലകരെ കൊണ്ടുപോയതിന് കേസെടുത്തിട്ടില്ല. അപ്പോൾ 2 കേസെടുക്കാൻ ബാക്കി നിൽക്കുന്നു. എന്തായാലും ശരി, ഈ പ്രതികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ് ആദ്യത്തെ വാതിൽപ്പാളികൾ കേസിൽപ്പെടുത്താതെ അത് മാറ്റി അവിടെ നിർത്തി. എന്തുകൊണ്ടാണെന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. അതിനെന്തായാലും പ്രത്യേക ഒരു FIR എടുക്കേണ്ടതാണ്. അതെടുത്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം എന്തുണ്ടായി, ഇങ്ങനെ പ്രതികളെ റിമാൻഡ് ചെയ്തതിന് ശേഷം ഒന്നിന് പുറകെ ഒന്നായിട്ട് കുറേ പേരെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അവരെ സംബന്ധിച്ച് എന്താണെന്ന് പറഞ്ഞാൽ അവർക്കറിയാമല്ലോ, ഈ 90 ദിവസം കഴിയുമ്പോൾ സ്വാഭാവിക ജാമ്യം കിട്ടുമെന്നും അതിന് മുമ്പ് ഇവർക്ക് ഒരു താൽക്കാലിക ചാർജ് ഷീറ്റ് കൊടുക്കണമെന്നും അവർക്കറിയാം. ഇത് അങ്ങനെ കൊടുക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കേസാണെന്നൊന്നും ഞാൻ കഴിയുക. ഇതിൽ വലിയ സങ്കീർണത എന്ന് പറയുന്നത് ഈ മെറ്റലിൻ്റെയും ഗോൾഡിൻ്റെയും അളവെടുക്കുന്നതിനും അതിൻ്റെയുള്ള പ്യൂരിറ്റി കണ്ടുപിടിക്കുന്നതിനും അതിൻ്റെ ഒറിജിനലോ ഡ്യൂപ്ലിക്കേറ്റോ എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഇതിനകത്തൊരു അല്പസങ്കീർണമായ പ്രശ്നം. അതൊന്നും ആദ്യം നടപടിയെടുത്തില്ല, അതുകൊണ്ട് പിന്നീട് എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറയുക, ഇതിൻ്റെ ഗൂഢാചരണം നടന്നതിൻ്റെ ആദ്യം നടന്ന കാര്യം, ഇതിനകത്ത് ഒരു കള്ളരേഖയുണ്ടാക്കി. അതായത് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടൊരു രേഖയുണ്ടാക്കി. ആ രേഖ എന്താണെന്ന് പറഞ്ഞാൽ സ്വർണം ക്ലാഡ് ചെയ്ത, അതായത് സ്വർണം പൊതിഞ്ഞ ഈ കട്ടിലപ്പാളികൾ അല്ലെങ്കിൽ ദ്വാരപാലക ശില്പങ്ങൾ അത് ചെമ്പ് പാളികളിൽ നിന്നാക്കി മാറ്റി അത് എഴുതപ്പെട്ടിരിക്കുന്നു. ആരെഴുതിയിട്ടുണ്ടോ? അന്നത്തെ പ്രസിഡൻ്റായ ശ്രീ പത്മകുമാർ എഴുതിയിരിക്കുന്നു. അതിനകത്ത് മറ്റു വേറൊരു പ്രതിയായ ശ്രീ വാസുവിനും അതുപോലെ തന്നെ ഈ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കപ്പെട്ട കുറേ പ്രതികൾക്കും അതിനകത്ത് പങ്കുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് ഇവരെ ചെയ്തു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് അതിന്? അപ്പോൾ അതിന് ഇതിനകത്ത് രേഖപ്പെടുത്തപ്പെട്ട എഴുത്തുകളുള്ള എല്ലാവരുടെയും ഹാൻഡ് റൈറ്റിംഗ് അപ്പോൾ തന്നെ എടുത്ത് പരിശോധിച്ചിട്ട് അത് കിട്ടുന്നതിന് വലിയ ബുദ്ധിമുട്ടല്ല ഒന്ന്. രണ്ടാമത്തെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഈ ഹാൻഡ് റൈറ്റിംഗ് എഴുതിയിട്ട് അവിടെ പോയിട്ട് ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ടിൻ്റെ പരിശോധന വിട്ട് റിസൾട്ട് വരുന്നത് എന്ന് പറയുന്നത് തെളിവാണ്, സമ്മതിച്ചു. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, സെക്ഷൻ 47 എന്ന് പറയുന്ന തെളിവ് നിയമത്തിലൊരു വകുപ്പുണ്ട്. അതിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഒരാളുടെ ഒപ്പോ കയ്യെഴുത്ത് സംബന്ധിച്ച് തർക്കം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി എഴുതുന്നത് സ്ഥിരമായിട്ട് ഞാൻ കാണുന്ന ആളെന്നാണോ, അല്ലെങ്കിൽ അദ്ദേഹം എഴുതപ്പെടുന്ന രേഖകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ് ഞാൻ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഞാൻ കൈകാര്യം ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടാലറിയാം ഇത് ശ്രീ പത്മകുമാർ എഴുതിയ ഹാൻഡ് റൈറ്റിംഗ് ആണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അദ്ദേഹം എഴുതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ഒപ്പം അദ്ദേഹത്തിൻ്റെതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെളിവായിട്ട്, അതായത് റെലവൻറ്റ് പ്രസക്ത തെളിവായിട്ട് കോടതി സ്വീകരിക്കാമെന്ന് 47-ാം തെളിവ് നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് മാത്രം മതി. ബാക്കി അതിൻ്റെ സപ്ലിമെൻ്ററി ആയിട്ട് ഇനിയും ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ടിൻ്റെ, പക്ഷേ ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ടിൻ്റെ ഒപ്പീനിയൻ കിട്ടണമെങ്കിൽ ഈ പ്രതികൾ ആദ്യം ഇത് തുടങ്ങുന്നത് എങ്ങനെയാണ് ഈ കേസ്? അതായത് ഒരു രേഖ എഴുതി ഉണ്ടാക്കി, അതായത് സ്വർണം പൊതിഞ്ഞ പാളികളെ ചെമ്പാക്കി മാറ്റി ആ എഴുത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അതായത് ഗൂഢാലോചനയുടെ ആദ്യത്തെ പടി അതാണ്. അത് എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് എടുത്ത് അയക്കണമെന്ന് ഈ SITക്ക് അറിയില്ലേ? ഇത് എഴുതിയതെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഒരു 4 ദിവസം മുമ്പ് ബെയിൽ കൺസിഡർ ചെയ്യുന്ന അവസരത്തിലാണ് ഹൈക്കോടതി പറഞ്ഞത്, ഇതായി 3 ദിവസം മുമ്പാണ് ഈ സാധനം എടുത്ത് അയച്ചതെന്ന്. എന്ത് ഇത്രയും ദിവസം ഇവിടെ പോന്നു? 86 ദിവസം
അല്ല ഏതാണ്ട് 90 ദിവസത്തോളം മുമ്പ് കേസ് രജിസ്റ്റർ ചെയ്ത കേട്ടിൽ ഈ 90 ദിവസം കഴിഞ്ഞിട്ട് എന്താണ് ഇതിപ്പോഴാണ് അവർക്ക് ബോധോദയം വന്നത്. അപ്പോൾ അത് എന്തായാലും ശരി അലംഭാവമാണ്, അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതായാലും സാധാരണ ബുദ്ധിയുള്ള ആരും സമ്മതിക്കില്ല. ഞാനൊന്നും ഒരിക്കലും സമ്മതിക്കില്ല. കാരണം ഇതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട, അതെന്തുകൊണ്ട് വീഴ്ച വരുത്തി എന്നുള്ളതാണ്. അത് രണ്ടാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ എന്താണെന്ന് പറഞ്ഞാൽ ഇവരെ ഗൂഢാലോചന നടന്നു എന്നുള്ളതിന് തെളിവുണ്ടല്ലോ. ഇതേമാതിരി കൈയെഴുത്ത് മാറ്റി എന്നുള്ളത്, അല്ലെങ്കിൽ അവിടുത്തെ ബോർഡിൻ്റെ ഡിസിഷനകത്തുണ്ട്, അതിനകത്ത് ഉദ്യോഗസ്ഥന്മാർ ഒത്താശ ചെയ്തു എന്ന് പറയുന്നത് എന്താണ്? അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം 465, 67, 68 എന്ന് പറയുന്ന വകുപ്പുകൾ ആധികാരികമായി തെളിയിക്കാനുള്ള രേഖ ഓൾറെഡി ആയിക്കഴിഞ്ഞു. ഇത്രയും ഭാഗം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് പ്രധാനമായിട്ട്? പിന്നെ ഇപ്പോൾ BSSCയുടെ റിപ്പോർട്ട് വന്നതിലെന്താ പറയുന്നത്? ആ 2 പാളികളിൽ ഒന്നിൽ നിക്കലിൻ്റെ പറഞ്ഞു, അതുപോലെ തന്നെ അക്രലിക്കിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടൻറ് ഉണ്ടെന്ന് പറയും, മറ്റേതിനകത്ത് മെർക്കുറി മറ്റേ കണ്ടൻ്റ് ആണെന്ന് പറയും. അത് പറഞ്ഞാൽ 2-2 അപ്പോൾ പ്രാഥമികമായിട്ട് ഒരു അടിസ്ഥാനപരമായിട്ട് ഒരു ചാർജ് ഷീറ്റ് കൊടുക്കാനുള്ള എല്ലാ തെളിവുകളും ഇവരുടെ കൈവശം. എന്തുകൊണ്ട് ഈ 120Bയും ഇത് അനുസരിച്ചിട്ട് ഒരു കേസ് എന്തുകൊണ്ട് കൊടുത്തില്ല? കൊടുത്തു കഴിഞ്ഞ് ഇപ്പോൾ ഒരു ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കാനുള്ള മതിയായ തെളിവുകൾ ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് ഒരു ചാർജ് ഷീറ്റ് കൊടുക്കാമായിരുന്നു. കൊടുത്തതിന് ശേഷം ഈ ചാർജ് ഷീറ്റിൻ്റെ എന്തെങ്കിലും നടപടികൾ കോടതി വരുന്നത് എപ്പോഴാണ്? ഒരു 6 മാസമെങ്കിലും കഴിയാതെ നടപടി വരില്ല. ആ സമയം കൊണ്ട് ഇവർക്ക് ബാക്കി അന്വേഷിച്ചതിന് ശേഷം തെളിവും സപ്ലിമെൻ്ററി ചാർജ് ഷീറ്റും ഒക്കെ കൊടുക്കാൻ പറഞ്ഞ് പഴയ CRPC 178 പറയുന്നുണ്ടല്ലോ. ഇവർക്ക് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണോ? അപ്പം ഞാൻ ധരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇത് ബോധപൂർവമായിട്ട് ഇവർ ജാമ്യം കിട്ടി പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാകും എന്ന് ന്യായമായിട്ട് സംശയിക്കുന്ന അനുഭാവപൂർവമായ നിലപാടാണോ എന്നുള്ള വിമർശനങ്ങളാണ് അതിന്റെ പക്ഷം പറ്റി വരികയും ചെയ്യുന്നത്. ശ്രീ